ഹലോ ഗൈസ്, ഇന്നലെ വർക്ക് നമ്മുടെ സ്വന്തം കുഴപ്പമില്ല ഇന്ത്യ റിസോർട്ടിലാണ്. ഞാനോട് ചെണ്ണുണ്ട്. നേരെ നമ്മൾ ബീച്ചിലേക്കാണ് പോകുന്നത്. ന്യൂസിൽ കപ്പലിൽ എന്തോ കടലിൽ കണ്ടെയ്നർ പോയെന്നാണ് നമ്മൾ ഇറങ്ങിയത്. എന്നാൽ പിന്നെ അത് നോക്കാന്ന് വെച്ചാൽ ഞാൻ ചെണ്ണ ഇറങ്ങി. കൂടെ നമ്മുടെ ശംഭുബായും കൂടി വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ലെങ്കിൽ പുള്ളി കൂടെ വരുന്നുണ്ട്. ബീച്ചിലേക്ക് വന്നപ്പോൾ കടലെല്ലാം കൂടുതലായിരുന്നു. പിന്നെ കറക്റ്റ് 2 ഷോട്ട് എടുക്കാന്ന് വെച്ചാൽ അങ്ങ് ദൂരമൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ എല്ലാവരും കണ്ടെയ്നർ നോക്കി കഴിക്കണം. എന്നാൽ പിന്നെ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഇറങ്ങി. വെള്ളം കണ്ടാൽ പണ്ടേ പേടിയാണ്. വീടിൻ്റെ അടുത്താണെങ്കിലും നമ്മൾ ഇറങ്ങാറില്ല. കാറ്റ് മഴ വന്ന ഫ്ലോട്ടിൽ പിടിച്ച് പിന്നെ കട്ടപ്പുറത്ത് ഈ ജെറ്റ് ഇട്ടോണ്ട് വേറെ ഒന്നുമില്ല. നമ്മുടെ റോട്ടിൽ മരം വീണ് നടക്കുന്ന ചേട്ടൻ പറഞ്ഞു. എന്നാൽ പിന്നെ അതൊന്ന് നോക്കിയേക്കാന്ന് വെച്ചാൽ റോട്ടിലെത്തിയപ്പോഴാണ് ഈ ഒരു സംഭവം കാണാം. റോട്ടിലേക്ക് നന്നായിട്ട് ചാടിക്കിടക്കുന്നത് വണ്ടികളെല്ലാം ഇതുമ്പോൾ തട്ടിയിട്ടാണ് പോയിരുന്നത്. വല്ല ബൈക്കാരോ വലിയ അപകടവും. അതുകൊണ്ട് നമ്മളൊരു കിറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിങ്ങനെ നടക്കണപ്പോൾ തന്നെ റിണ്ടിച്ചാണ് മനസ്സിലായി ഇത് വലിയ അപകടം. എന്നാൽ പിന്നെ വന്നിട്ട് 2 ഇളക്കിലേക്ക് ഒന്ന് നടന്നു നേരെ പോയി വാക്കത്തേക്ക് എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് വെട്ടി മാറ്റി. കാരണം ഈ ഒരു കൊമ്പ് കാരണം ഈ ഒരു ഏരിയയിൽ മൊത്തം കറണ്ടായിരുന്നില്ല. എന്തോടെ പ്രശ്നമാണെങ്കിലും നമ്മൾ റിണ്ടിച്ചേട്ടൻ ഓടി എത്തും. കാരണം ഇതുപോലെ മനുഷ്യൻ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അങ്ങനെ കുറച്ചേത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ മൊത്തം വെട്ടി അങ്ങോട്ട് മാറ്റിയായിരുന്നു. അങ്ങനെ വെട്ടിക്കൂടിയ പീസെല്ലാം നമ്മൾ എടുത്ത് റോഡിന്റെ സൈഡിലേക്ക് കിട്ടി. ഇതെങ്കിലും പഞ്ചായത്തിന് മാറ്റരുതെന്ന് ചോദിച്ചാൽ അത് നമ്മൾ നേരെ പോണ KSCB ഓഫീസിലേക്കാണ്. ഞാൻ റിണ്ടിച്ചേട്ടനുണ്ട് പുറകെ. അവരെ വിളിച്ചിട്ട് വന്നിട്ട് ബാക്കി പീസും കൂടി വെട്ടി മാറ്റാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയേക്കുന്നത്. അത് നേരെ KSCB ആളൊന്ന് ഉദിബായിനെ കൊണ്ട് മൊത്തം വെട്ടിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോയത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ വീണ്ടും വരെ ഞാനും റിണ്ടിച്ചേട്ടനുണ്ട്. അപ്പോൾ ബൈ ഫ്രം ലോക്കൽ ഫുഡീസ്.